ഈ രാഹുലിന്റെ പാലക്കാട് എൻട്രിയേക്കാൾ കൂടുതലായിട്ട് ശ്രദ്ധേയമായി മാറിയത് ഡിവൈഎഫ്ഐയുടെ ആ സമരമായിരുന്നു. ഷാഫി പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിനെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറാണ്. ആന്റണി എന്ന് പറയുന്ന ഇവിടെ ആരാലും അറിയപ്പെടാതിരുന്ന ഒരാൾ KPCC പ്രസിഡന്റായിട്ട് വരാൻ പോകുന്ന സ്ഥിതി ഉണ്ടായത് എങ്ങനെയായിരുന്നു? ഷാഫി പറയുന്നതിനപ്പുറത്തേക്ക് പ്രിയങ്ക ഗാന്ധി പോകത്തില്ലാന്നേ, റോബർട്ട് വധേര പോവില്ലാന്നേ. ഒരു ഇത്രയും ധൃതി കൂടിപ്പോയി. ചിലപ്പോൾ ഈ കോലും കൊണ്ട് എല്ലാവരും കൂടെ വന്നപ്പോൾ പറ്റിയതായിരിക്കും. രാജൻഭായ് നമസ്കാരം. രാജൻഭായ്, പാലക്കാട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഉന്നയിച്ച ചില ആരോപണങ്ങൾ, ഷാഫി പറമ്പിൽ MP-ക്കെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിലെ ശരിയും സത്യവും എന്തൊക്കെയാണെന്ന് കൃത്യമായ ധാരണയുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ. എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ഈ വിഷയത്തിൽ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പിന്നെ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ. അദ്ദേഹം ആ സഖാവ് കുറച്ചൊരു അമിതാവേശം കാണിച്ചു, എടുത്തിയാടി എന്നുള്ളൊരു അഭിപ്രായമാണ്, വിമർശനമാണ് എനിക്ക് ആ വിഷയത്തിലുള്ളത്. കാരണം മലയാളികളുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് പലപ്പോഴും അറിയാവുന്നതാണ്. ഇന്നിപ്പോൾ ഒരു സംഭവം ഉണ്ടായി, അത് എടുത്ത് ഉചിതമായ സമയത്ത് പ്രയോഗിക്കുക എന്നുള്ളതാണ്. നമ്മളത് ഇന്ന് കൈ കിട്ടുന്ന സാധനം നാളെ തന്നെ എടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ മറ്റന്നാൾ അതിനേക്കാളും വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ ഇത് മറന്നു പോകും. അതിൻ്റെ ഒരുപാട് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അടിയന്തരാവസ്ഥ ആലോചിച്ച് നോക്ക് സിബി. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അത്രയധികം കെടുതികൾ അനുഭവിച്ച് ഇവിടെ തന്നെ കക്കയുണ്ടാമിലെ ഉരുട്ടിക്കൊല്ലൽ ബാക്കിയുള്ളത് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായപ്പം രാജ്യം മുഴുവൻ JP-യുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന മൂവ്മെൻ്റൊക്കെ ഭാഗമായിട്ട് രാജ്യം മുഴുവൻ ഇന്ദിരാഗാന്ധിക്കെതിരെ തരംഗം ആഞ്ഞടിച്ചപ്പോഴും പ്രബുദ്ധരായ, വിദ്യാസമ്പന്നരായ, സംസ്കാര സമ്പന്നരായ മലയാളി സമൂഹം ബ്ലോക്കായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തു. ആലോചിച്ച് നോക്കണം. അപ്പം മലയാളി എവിടെ കിടക്കുന്നു, ബാക്കിയുള്ള ഇന്ത്യയിലെ ബാക്കി നമ്മൾ ഈ വിവരം ഇല്ലെന്ന് പറയുന്ന തമിഴന്മാരും ഉത്തർപ്രദേശുകാരനും ബീഹാറുകാരനും എവിടെ കിടക്കുന്നു എന്നുള്ള ആലോചിക്കണം. ധാരണയുടെ ബുദ്ധിയാണ് മലയാളിക്കുള്ളത്. ഇതൊരു മാർച്ച് മാസം അവസാനത്തേക്ക് പൊട്ടിക്കേണ്ടുന്ന സാധനങ്ങൾ പുള്ളി അതിൻ്റെ സൂചന ഇപ്പോഴും ഇട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം അതിനകത്ത്. പിന്നെ EN സുരേഷ് ബാബുവായിട്ട് മറ്റു പല ജില്ലയിലേക്കുള്ള പല ആൾക്കാരുമായിട്ട്, ആ ജില്ലയിൽ തന്നെ പല ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ ഇദ്ദേഹത്തോട്ട് വ്യക്തിപരമായിട്ട് അതിനുള്ളൊരു ആക്സസ് ഉണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ ആ സഖാവിനെ വിളിച്ച് പറയുമായിരുന്നു, നിങ്ങൾ കാണിച്ചത് അമിതാവേശമായി പോയി എന്നുള്ളത് ഞാൻ പറയുമായിരുന്നു. ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു മുതിർന്ന നേതാവ്, ഒരു മുൻ MLA, ഉയർന്ന പദവിയിലിരിക്കുന്ന പാർട്ടിയുടെ ഉയർന്ന പദവിയിലുണ്ടായിരുന്ന ഒരു പിന്നെ സഖാവ് എന്നെ എറണാകുളത്ത് ഒന്ന് കാണുകയും 2-3 മണിക്കൂർ ഞങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിയുടെ വാക്കുകൾ അന്ന് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് ഞാൻ ഈ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ ഏകദേശം 2-3 മാസം മുമ്പ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറി ചെയ്തിരുന്നു ഞാൻ. പക്ഷേ അതിന് ശേഷം പാലക്കാട് നിന്നുള്ള നിരവധി സഖാക്കൾ എന്നോട്, പ്രത്യേകിച്ചും ചെർപ്പളശ്ശേരി, ഒറ്റപ്പാലം, പിന്നെ മണ്ണാർക്കാട്, പിന്നെ അങ്ങനെയുള്ള കോങ്ങാട് തുടങ്ങിയിട്ടുള്ള ചില ഏരിയകളിൽ നിന്നുള്ള, പിന്നെ മലമ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യക്തിപരമായ ബന്ധമുള്ള പല സഖാക്കൾ, ഏരിയ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, പിന്നെ ലോക്കൽ കമ്മിറ്റി പ്രവർത്തിക്കുന്ന ആളുകൾ, DYFയിലുള്ളവരൊക്കെ എന്നോട് വിളിച്ച് ബന്ധപ്പെടുകയും നിങ്ങൾ അയാളെ ഒന്ന് പരിചയപ്പെടണം, നിങ്ങൾ അയാളെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റിദ്ധാരണ മറക്കാൻ പറഞ്ഞു പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഒരു ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പം 13 മണ്ഡലം ഉണ്ടെന്ന് തോന്നുന്നു പാലക്കാട് ജില്ലയ്ക്കകത്ത്. ഒറ്റ സീറ്റേ ഉള്ളൂ UDFന്, മണ്ണാർക്കാട് സീറ്റ് മാത്രം. അപ്പോൾ ഏകദേശം ഒരു മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ് ആ ജില്ലയുടെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം നമ്മൾ പിന്നെ അതുമല്ല, ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോയിട്ട് ആക്സസ് ഉണ്ടാക്കുന്നതിനകത്തുള്ള അപ്രായോഗികതയൊക്കെ ഉണ്ടല്ലോ, അതിനകത്തുള്ള കുഴപ്പമുണ്ടല്ലോ. പിന്നെ വൃത്തികെട്ട അഭിമാനബോധമൊക്കെ സൂക്ഷിക്കുന്ന ആളുമാണല്ലോ ഞാൻ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഇദ്ദേഹം ഉന്നയിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ മുന ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ? അതിൻ്റെ മുന ഒടിഞ്ഞു പോകുന്നൊന്നുമില്ല. അത് മാത്രമല്ല, അദ്ദേഹം ഇപ്പം ഷാഫിയെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഇപ്പോൾ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ രാഹുലിൻ്റെ വിഷയത്തിലും ഷാഫിയുടെ വിഷയത്തിലും വജ്രായുധം എന്ന് പറയുന്നത് അവസാനം എടുത്ത് പ്രയോഗിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലൊക്കെ CPM എടുത്തിരിക്കുന്ന നിലപാട് വളരെ പക്വമായ നിലപാട് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ തടയുന്നില്ല എന്നുള്ളൊരു തീരുമാനം CPM എടുക്കുന്നു. അതിനുശേഷം DYFI റോഡിൽ നടത്തിയ ഒരു സമരം നമ്മൾ കണ്ടതാണ്. അത് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു സമരമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും അമ്മമാരും ഒക്കെ രാത്രി 12 മണിക്ക് ശേഷം സൂക്ഷിക്കുക. GPayയിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ തുണിക്കടയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഡമ്മികൾ സൂക്ഷിക്കുക. അത് വളരെ രസകരമായിട്ട് തന്നെ DYFIക്ക് ആ ഒരു സമരത്തെ കൊണ്ടുവരാനും ആ ഒരു വിഷയം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനും സാധിക്കും. ഈ രാഹുലിന്റെ പാലക്കാട് എൻട്രിയേക്കാൾ കൂടുതലായിട്ട് ശ്രദ്ധേയമായി മാറിയത് DYFIയുടെ ആ സമരമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതെ, ക്ലാസിക് പിന്നെ സമരങ്ങളിലൊന്നായിരുന്നു കേരളം കണ്ടിട്ടുള്ളത്. മറ്റേത് ഇവന്മാർക്കൊക്കെ ഉള്ള കുഴപ്പം, DYFI ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും യുവമോർച്ച ആണെങ്കിലും കല്ലെറിയുക, തടയുക, ഇതൊക്കെ കൂടെയാണെന്നുണ്ടെങ്കിൽ മറ്റവന് പരിവേഷം കിട്ടുമായിരുന്നു. BJP ആദ്യഘട്ടത്തിൽ തടയുമെന്ന് പറഞ്ഞെങ്കിലും പൊതുപരിപാടികൾ തടയുന്നു പറഞ്ഞു. പൊതുപരിപാടികൾ തടയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഇങ്ങനെ ഒരു ഭൂലോക കോഴി വരുമ്പോൾ പൊതുപരിപാടികൾക്കകത്ത് ആ രീതിയിൽ വരണ്ട. പക്ഷേ MLA ഓഫീസ് ഫംഗ്ഷൻ ചെയ്യുക, അവിടെ ആളുകൾക്ക് പോവുകയൊക്കെ ചെയ്യുക, പോകുമ്പം പിന്നെ അതിന് വേണ്ട സെക്യൂരിറ്റിയോടൊക്കെ കൂടിയിട്ടൊക്കെ പോവുക എന്നൊക്കെ. അത് മാത്രമല്ല, തൽക്കാലം കോഴിത്തരം കാണിക്കത്തില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ എന്തായിരുന്നാലും എന്തൊക്കെ ചെയ്താലും പിന്നെ അവൻ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ മറുമാർഗ്ഗങ്ങൾ കണ്ടെത്തിയാലും
ഈ കോഴിത്തരം കാണിക്കാൻ പോകത്തില്ല എന്ന കാര്യം സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും വിശ്വസിക്കാം. കാരണം എന്ന് വെച്ചാൽ കൈ പൊള്ളി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അതിന് പോയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ MLA ഓഫീസിലോട്ട് പോലും ധൈര്യമായിട്ട് കടന്നു പോകാമെന്ന് തന്നെ വിശ്വസിക്കുന്നത്. ചാറ്റ് പോലും ധൈര്യമായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ്റെ ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഉണ്ടാവുകയുള്ളൂ. കാരണം ഇനിയൊരു സാധനം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റത്തില്ല. നിലവിലുള്ള കയ്യിലുള്ള സാധനങ്ങളെടുത്ത് ഞാനതാ പറഞ്ഞേ, ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ആദ്യം കൊണ്ടിട്ട് അനുഭവം വിടുവോ ആരെങ്കിലും? ആദ്യം ഒരു കരയുദ്ധം നടക്കും, പിന്നീട് നാവികസേന ഇറങ്ങും, പിന്നെ എയർ വഴിയുള്ള അറ്റാക്ക് ഉണ്ടാവും, ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് യൂസ് ചെയ്യും, അതും മിസൈലൊക്കെ ആയിരിക്കും ആദ്യം യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിയുമ്പോൾ ഏറ്റവും അവസാനം ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ ഇത്രയും നടന്നു, ബോംബ് ഇടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ആറ്റമിക് ന്യൂക്ലിയർ ബോംബൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന അവസാനത്തെ ഘട്ടത്തിലാണ്. അത് കയ്യിലുണ്ട് എന്ന് പറയാൻ പോലും സുരേഷ് ബാബു സഖാവ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടാണ്. കാരണം വളരെ ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു 14 വയസ്സെങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്ത് വന്ന് അങ്ങനെ ചിറ്റൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് CPM എന്നുള്ള സംഘടന ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആളാണ്. വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വളരെ ചെറിയ പ്രായത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെത്തുകയും കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ പിഴവ് പറ്റിയെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ച് മനസ്സിലാവുന്നില്ല. പാലക്കാട് തന്നെയുള്ള ഇദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പോസിറ്റീവായിട്ട് പറഞ്ഞു തന്ന സഖാക്കളോട്ടൊക്കെ എന്തിനേയും വിളിച്ച് പറഞ്ഞു, എന്താണ് നിങ്ങളെ DCSന് പറ്റിയത്? ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്, ഞങ്ങൾക്ക് തന്നെ പലതും പറയാനുണ്ട്. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പോലും ഞങ്ങൾ പരിപൂർണമായി പറയുന്നില്ല. അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏപ്രിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ അത് ആരോ ആവട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം CPM-നെതിരെ കിട്ടിയാലും കോൺഗ്രസിനെതിരെ കിട്ടിയാലും ലീഗിനെതിരെ കിട്ടിയാലും BJP-ക്കെതിരെ കിട്ടിയാലും ആർക്കെതിരെ കിട്ടിയാലും നമ്മൾ ഇപ്പോഴേ എടുത്തില്ല. ഈ സുരേഷ് ബാബുവിന്റെ വിഷയത്തിൽ സുരേഷ് ബാബുവിന്റെ ഇന്നത്തെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അധികം കോലിട്ടിളക്കാൻ നിൽക്കണ്ട എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. പോലീസിൽ നിയമപരമായ പരാതികളും കാര്യങ്ങളൊക്കെ കൊടുത്തു, പക്ഷെ കോലിട്ടിളക്കാൻ വരണ്ട എന്ന ഒരു നിലപാട് വന്നിട്ടുണ്ട്. എന്താണ് അതിൽ പറയാനുള്ളത്? അപ്പോൾ പിന്നെ പുള്ളി ഇപ്പോഴേ എടുത്ത് സാധനങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നുള്ളിടത്തേക്കാണ് വരുന്നത്. പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ പറയും ഇപ്പോഴേ വേണ്ടാന്നുള്ളത് പറയുമായിരിക്കും എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്റ്റേറ്റ് കമ്മിറ്റിയായിട്ട് കൺസൾട്ട് ചെയ്യാതെ പുള്ളി ചിലപ്പോൾ പറയത്തുമില്ല. കാരണം പുള്ളിയുടെ നേരെ അങ്ങനെ വരികയാണ്. ഇതിലൂടെ അവർ സ്വയം വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം ഈ പറയുന്ന ഈ കോഴി ടീമുകൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ നേരത്തെ വെടി പൊട്ടിച്ചു വരും. അപ്പോൾ ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷാഫി എന്ന് പറയുന്ന ആൾ ഇത്ര വലിയ വിശുദ്ധനൊന്നുമല്ല. ഷാഫി പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിനെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസറാണ്. ആ ഭാഗം മുറിച്ചു കളയാണ് വേണ്ടത് കോൺഗ്രസ്. തങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു, തങ്ങൾ മരണാസന്നനായി കിടക്കുമ്പോഴും മയ്യത്ത് ഇവനെ കാണിക്കാൻ അനുവദിക്കരുതെന്നാണ് പറഞ്ഞത്. ഇവനെ കൈപിടിച്ചു കൊള്ളുന്ന മനുഷ്യനാ. അത്ര കണ്ട് ദ്രോഹിച്ചു ആ മനുഷ്യനെയൊക്കെ. യൂസ് ആൻഡ് ത്രോ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വേറെ വിഷയം വരാനുണ്ട്. പിന്നെ വളരെ മോശമായി യൂത്ത് കോൺഗ്രസിൽ ഇപ്പം പ്രസിഡൻ്റായിട്ടിരിക്കുമ്പം അതിനുള്ളൊരു പെൺകുട്ടിയോട് പെരുമാറിയ കേസ് വന്നപ്പം ഇവന് താല്പര്യമുള്ള കക്ഷിയായതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവൻ്റെ വീക്ക്നെസ്സുകളൊക്കെ വേറെയാണ്. അതുമായി ബന്ധപ്പെട്ട് പരാതി മുക്കിയ സംഭവങ്ങൾ എൻ്റെ അടുത്തുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയാനുണ്ട്. എന്തുകൊണ്ടാണ് ഷാനിബ് എന്ന് പറയുന്ന ഇത്രയും കഴിവുള്ള ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസ് വിട്ടിട്ട് നേരെ DYF-ലോട്ട് പോയത്? എന്തുകൊണ്ടാണ് സരിൻ പോയത്? സരിനെ പോലുള്ള ആൾക്കാർ അവിടെ ഇരിക്കുമ്പോൾ, തങ്കപ്പനെ പോലെ ആൾക്കാർ അവിടെ ഇരിക്കുമ്പം അവരെ മറികടന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ? പാലക്കാട് DCC-യേക്കാൾ ശക്തനാണോ ഷാഫി പറമ്പിൽ? ആയിരുന്നു, പക്ഷെ ഇപ്പൊ ദുർബലന. അല്ല, DCC-യേക്കാൾ കൂടുതൽ വോയിസ് ഈ ഷാഫി പറമ്പിൽ ഉള്ളതായിട്ട് തോന്നുന്നു. KPCC-യേക്കാൾ വോയിസ് ഷാഫി പറമ്പിലുണ്ടായിരുന്നല്ലോ. എന്താ സംശയം? ഷാഫി പറമ്പിലിന്റെ നേരെ പിടുത്തം അവിടെയാണല്ലോ, ഡൽഹിയിലാണല്ലോ പിടുത്തമുള്ളത്. അതെന്താ ബന്ധം? അതാ ബന്ധത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറയല്ലേ നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയമാണല്ലോ. ആ ബന്ധത്തിനകത്തേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് റോബർട്ട് വധേര ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് പരാമർശിക്കേണ്ടി വരും. അവിടെ ആന്റണി എന്ന് പറയുന്ന ഇവിടെ ആരാലും അറിയപ്പെടാതിരുന്ന ഒരാൾ KPCC പ്രസിഡന്റായിട്ട് വരാൻ പോകുന്ന സ്ഥിതി ഉണ്ടായത് എങ്ങനെയായിരുന്നു? ആലോചിച്ച് വയ്ക്ക്. പത്തനംതിട്ടയിലെ MP ആയതുകൊണ്ട് പത്തനംതിട്ട ജില്ലക്കാർക്കും കോട്ടയത്തെ DCC പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് കോട്ടയത്തുകാർക്കും അല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അറിയുമായിരുന്നോ? ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയുമായിരുന്നോ? ഉണ്ണിത്താനെ പിന്നെ അറിയും. ഉണ്ണിത്താൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രസ്താവന ഇറക്കുന്നുണ്ട്. അതേസമയം പിന്നെ അല്ലെങ്കിൽ K. സുധാകരനെ അറിയും. അറിയപ്പെടാതെ കിടന്ന MP ആയിട്ട് പോലും അധികം അറിയപ്പെടാതെ കിടന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ KPCC പ്രസിഡന്റായിട്ട് ലോഞ്ച് ചെയ്ത് വരാൻ പോകുന്ന സ്ഥിതി ഉണ്ടായി. എങ്ങനെയായിരുന്നു? അപ്പം റോബർട്ട് വധേരയുമായിട്ടൊക്കെയുള്ള കണക്ഷൻസാണ് ഇതിനകത്തൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. ആ ബന്ധം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ വഴികളെക്കുറിച്ച് വ്യക്തത ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ടില്ല. ഇവർ തമ്മിലുള്ള ലിങ്ക് എങ്ങനെ പിന്നെ ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുവഴിയാണ് പല രീതിയിലും സ്വാധീനം ചെലുത്തുന്നത്. ഈ ഷാഫിയുടെ ഈ ഒരു പിടിവാശിയാണോ യൂത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ പോലും വരാതിരിക്കാനുള്ള കാരണം? ഷാഫി പറയുന്നതിനപ്പുറത്തേക്ക് പ്രിയങ്ക ഗാന്ധി പോകത്തില്ലാന്നേ, റോബർട്ട് വധേര പോവില്ലാന്നേ, രാഹുൽ ഗാന്ധി പിന്നെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ലല്ലോ, അറിയാലോ നമുക്ക്. ഇതാണ് സ്ഥിതി. പിന്നെ KCക്ക് മിണ്ടാൻ പറ്റുമോ? ACC ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞിരിക്കുന്നതല്ലാതെ, അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് എന്തൊരു റോളുണ്ടോ? സോണിയാഗാന്ധിക്ക് പിന്നെ പ്രായാധിക്യമായി. ഇതൊരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നെ ഷാനിബിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ സരിൻ പോകാനുള്ള ഇടയായ കാര്യം, AV ഗോപിനാഥ് പോയത്, മുൻ MLA, അങ്ങനെയുള്ള ആൾക്കാരെ മുഴുവൻ, അതായത് കോൺഗ്രസിനെ അവിടെ ഇരുന്ന് നശിപ്പിക്കുന്ന ഒരാളെ കോൺഗ്രസ് ചുമക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ബാക്കിയുള്ള കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലും KSUവിലുള്ള ആളുകൾക്ക് മുഴുവൻ എതിരഭിപ്രായമുണ്ട്. ഇവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കുന്നവരെ അവർ എത്ര ഏബിൾ അല്ലെങ്കിലും
അവരെ പ്രൊമോട്ട് ചെയ്യുകയും വഴങ്ങി കൊടുക്കാത്തവരെ അവരെത്ര കഴിവുള്ളവരാണെങ്കിലും സൈഡ് ലൈൻ ചെയ്യുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഫണ്ട് റൈസ് ചെയ്യാൻ ഇവന്മാരെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയോ? ഒരു സംഘടനയ്ക്ക് അതിൻ്റെ സംഘടനാ സംവിധാനമല്ലേ സിബി? കാരണം കോൺഗ്രസ് പോലെയുള്ള പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ ജനതാദളിനകത്ത് കേരള കോൺഗ്രസിനകത്തൊക്കെ സ്ഥാനാർത്ഥി സ്വന്തം നിലയ്ക്ക് ഫണ്ട് റൈസ് ചെയ്യാറുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് ആര്യാടൻ ഷൗക്കത്തിന് ഫണ്ടില്ലാത്ത ഒരാളല്ലല്ലോ. ആര്യാടൻ ഷൗക്കത്ത് സ്വയം വിചാരിച്ചാൽ തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പിനുള്ള ഫണ്ട് അവിടെ ഉണ്ടാവുമല്ലോ. KPCC തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. സതീശനും അടൂർ പ്രകാശും ഒക്കെ ചേർന്നിട്ട് തന്നെ സതീശൻ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഫണ്ട് റൈസിങ്ങിനകത്ത് ഏറ്റവും വലിയ ഒരു ആളായിട്ട് നിന്നിട്ടുള്ളത്. തൃക്കാക്കരയാണെങ്കിലും പുതുപ്പള്ളിയിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട്. അതേസമയം തന്നെ ആര്യാടൻ ഷൗക്കത്തും ഇവരും ഒക്കെ ചേർന്നിട്ടുള്ള വേറെ രീതിയിലുള്ള ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പല സ്ഥലത്തു നിന്നും ഒന്നാമത് ആര്യാടൻ മുഹമ്മദ് ദീർഘകാലം മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരുപാട് കണക്ഷൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് നിൽക്കുന്നത്. ആ സമയത്ത് ഇവിടെ നിന്ന് മാത്രമല്ല വിദേശത്തു നിന്ന് അടക്കം ഈ ഫണ്ട് ഇങ്ങോട്ട് പമ്പ് ചെയ്യിപ്പിച്ചത് എങ്ങോട്ട് പോയി? അത് KPCCയുടെ അല്ലെങ്കിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെയോ അക്കൗണ്ടിലേക്ക് വന്നോ? ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ കാണിക്കുന്നത് നിശബ്ദത ആലോചിച്ച് നോക്കിയേ. ഇത്രയും പ്രശ്നം വന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ രാഹുലിനെയോ ഷാഫിയോ ന്യായീകരിച്ച് രംഗത്ത് വന്നില്ല. മറ്റൊരു പാർട്ടിയുടെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ലല്ലോ. ഇടപെടാനൊന്നല്ല, ഇടപെടണ്ട, അവരെ വിമർശിക്കണ്ട, ന്യായീകരിക്കാൻ രംഗത്ത് വന്നിട്ടില്ല. മുന്നണി സംവിധാനത്തിലെ രണ്ടാമത്തെ പ്രബല കക്ഷിയായിട്ട് ആരും വന്നിട്ടില്ല. സ്ട്രോങ് ആയിട്ട് ഫിറോസ് പോലും പറഞ്ഞിട്ടില്ല, ന്യായീകരിക്കാൻ രംഗത്ത് വന്നിട്ടില്ല. PK ഫിറോസ് പോലും ഇവരെ കൂടെ വന്ന് റീൽസ് എടുത്തതാ. ഒരാളും വന്നിട്ടില്ല. അതായത് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടണ്ട എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗ് വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. മുസ്ലിം ലീഗ് ചില സ്റ്റാൻഡൊക്കെ എടുക്കും. ഇന്ന് മുസ്ലിം ലീഗിനും UDFനകത്ത് പ്രബലമായ കക്ഷി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് അല്ല, മുസ്ലിം ലീഗാന്ന് ഞാൻ പറയും. അതിനകത്ത് അവർക്ക് സ്ഥിരം വോട്ട് ബാങ്ക് ഉണ്ട്, അവർക്ക് നിലപാടുണ്ട്, അവരെ നേതാക്കന്മാരെ ഒരുമിച്ച് നിർത്താൻ പറ്റും. അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികൾക്ക് മോശപ്പെട്ട അനുഭവം ഉണ്ടാവുന്നുണ്ടോ? ഫാത്തിമ തഹ്ലിയുണ്ട്, നജിമ തബ്ഷീറയുണ്ട്, യുവമോർച്ചയിൽ എത്ര പേരുണ്ട്, DYFൽ എത്ര പേരുണ്ട്, AYFൽ എത്ര പേരുണ്ട്? എന്താ യൂത്ത് കോൺഗ്രസിനകത്ത് മാത്രം പെൺകുട്ടികൾക്ക് സ്വസ്ഥമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നത്? എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിനകത്ത് മാത്രം ചെറുപ്പക്കാരായിട്ടുള്ള കൗമാരപ്രായക്കാരായിട്ടുള്ള ആൺകുട്ടികൾക്ക് സ്വസ്ഥമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നത്? ബാക്കിയുള്ള പാർട്ടികൾക്കകത്ത് എന്തെങ്കിലും കുഴപ്പമില്ലാത്ത നാഥനില്ല കളരിയായിട്ട് പോവുക വേണ്ട. വടകര MLA ആയിട്ടുള്ള KK രമ മാത്രമാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ UDFന്റെ അകത്തുനിന്ന് അവരുടെ സംവിധാനത്തിനകത്തുനിന്ന് ഇവരെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടുള്ളത്. അല്ല, ആദ്യ സമയത്ത് എതിർത്ത് തന്നെയാണ് സംസാരിച്ചിരുന്നത്. പക്ഷേ അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് KK രമ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഷാഫിക്കെതിരെ അവിടെ ഷാഫി ഒരു MP എന്നുള്ള നിലയിൽ വടകരയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞപ്പോഴാണ് KK രമ രംഗത്ത് വന്നത്. പക്ഷേ KK രമ രാഹുലിനെ പിന്തുണയ്ക്കുന്നത് ഷാഫിയാണെന്ന് മനസ്സിലാക്കുന്ന ഇടത്താണ് തെറ്റുപറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. അത് അവിടെയാണ് ചിന്തിക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ 2 സീറ്റേ ഉള്ളൂ UDFന് ഇല്ലാത്തത്. കാരണം ആലത്തൂരിൽ നിന്ന് K രാധാകൃഷ്ണനും തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ഒഴിച്ചാൽ ബാക്കി 18 സീറ്റിലും UDF ആവുള്ളത്. ഈ 18 MP-മാർ UDFന്റെ ഉണ്ടാവും. പിന്നെ രാജ്യസഭാ MP-മാരുണ്ട്, ഒക്കെയുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്യാബിനറ്റ് റാങ്കിലുണ്ട്. ഇത്രയും പേരുണ്ടാവുമ്പോൾ എന്തുകൊണ്ട് ഷാഫിയെ തെരഞ്ഞു പിടിച്ച ആളുകൾ തടയുന്നു? അതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ആ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികേടുകൾ ചെയ്യുന്ന ഒരാളെ സംരക്ഷിക്കുന്ന ആൾക്ക് അതിലൊരു താല്പര്യമുണ്ടല്ലോ. ആ താല്പര്യം തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി ഇല്ല രമയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേസമയം ഉമാ തോമസ് പറഞ്ഞ എന്ത് ക്ലാസിക്കായിട്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് ഉമാ തോമസാണ്. ബാക്കിയുള്ള ഉമാ തോമസ്, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ എല്ലാവരും അവരെല്ലാം പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഉമാ തോമസ് ഒരു കാര്യം പറഞ്ഞു. ഉമാ തോമസ് പറഞ്ഞത് പിന്നെ മോനും 2 കുഞ്ഞുങ്ങളായി, 1.5 വയസ്സാണ് ആ കുഞ്ഞുങ്ങൾക്കുള്ളത്. എൻ്റെ ആഗ്രഹം ആ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ അവരും KSUക്കാരായിട്ടൊക്കെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇവർ KSU കൂടെ വന്നതാണല്ലോ, KSUക്കാരായിട്ട് വരണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇനി ഉള്ള ഓരോ തലമുറയിൽപ്പെട്ടവരും ഇനിയിപ്പം കുട്ടികളെ KSUലോട്ട് വിടണമെന്നുള്ളത് ആലോചിച്ച് പോകും. കാരണം ഇങ്ങനത്തെ അനുഭവങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഉമാ തോമസ് കാണിച്ച ആർജവം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആർജവമാണ്. കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവും കാണിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ ഈ വിഷയത്തിനകത്ത് ഇവരനുഭവിക്കാനുള്ളത് ഇവരനുഭവിക്കും. ഇവരെന്താണെന്നുള്ളത് ഈ മാസ്ക് മുഖം മൂടി ലോകത്തിന് മുമ്പിൽ തുറന്ന് കാണിക്കപ്പെടും. പക്ഷേ സുരേഷ് ബാബു സഖാവ് കുറച്ച് ധൃതി കാണിച്ചു പോയി എന്ന സംയമനം പാലിക്കണം. കുറച്ച് സംയമനം പാലിക്കണം, കുറച്ച് ധൃതി കാണിക്കരുത്. കാരണം പുള്ളി DYFയുടെ ജില്ലാ സെക്രട്ടറി അല്ല, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഒരല്പം വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്യേണ്ടിയിരുന്ന കാര്യം ഇത്തിരി ധൃതി കൂടിപ്പോയി. ചിലപ്പോൾ ഈ കോലും കൊണ്ട് എല്ലാവരും കൂടെ വന്നപ്പോൾ പറ്റിയതായിരിക്കും. എന്തായിരുന്നാലും അതിൽ അദ്ദേഹം കുറച്ചുകൂടി പക്വത കാണിച്ച് ഉചിതമായ സമയത്ത് മാത്രം ഈ കാര്യങ്ങളെടുത്ത് പുറത്തേക്ക് ഇടേണ്ടതാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്.